കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അന്ത്യകാലം എന്നൊരു വിഷയമാണ് നാം ചേർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദ എൻഡ് ടൈംസ്, അന്ത്യകാലം. ഇന്ന് ഒരു സുനാമിയോ അല്ലെന്നുണ്ടെങ്കിൽ അഗ്നിപർവ്വതമോ വേണ്ട, ഉരുൾപൊട്ടലായിക്കോട്ടെ, അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ പ്രകൃതി തന്നെ നമുക്ക് പല മുന്നറിയിപ്പുകളും തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് സുനാമിയൊക്കെ ഉണ്ടാകുന്നു എന്ന് വരുന്നതിന് മുൻപായിട്ട് തന്നെ കടലിലുള്ള മത്സ്യങ്ങളും പല കടൽ ജീവികളും ഒക്കെ അതിൻ്റെ തരംഗങ്ങളും പല സംഗതികളും സെൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പരിഭ്രാന്തിയോടെ കരയിലേക്ക് ഓടിക്കയറുന്നതും അതുപോലുള്ള പല അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്നതിന് മുൻപേ അതിൻ്റെ ഉള്ളിലുള്ള വലിയ വലിയ മുഴക്കങ്ങളും സൗണ്ടുകളും ഒക്കെ നമുക്ക് വെളിയിൽ കേൾക്കാം. അതിൻ്റെ മുനമ്പ് അത് പുകയുന്നതായിട്ടും വെളുത്ത അതുപോലുള്ള പുക പടലങ്ങളൊക്കെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. ഈവൻ ചെറിയ മലയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും കഴിയും. ഇത് പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളാണ്. അവിടെ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്കുള്ള സാവകാശമുണ്ട്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് തരികയാണ്. എന്ന് പറഞ്ഞതുപോലെ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം അന്ത്യകാലം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഈ അന്ത്യകാലത്തിന്റെ സകല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്ന ഈ കാലത്തെങ്കിലും നാം മടങ്ങി വരാനും യഥാസ്ഥാനപ്പെടുവാനും നമ്മളെ ദൈവം ഈ ലോകത്തിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിന് കൊള്ളാവുന്നവരായി ജീവിപ്പാനും ഒക്കെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആ ഒരു വിഷയമാണ് ഇന്ന് നാം അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ അനേകർ പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയമാണ് അന്ത്യകാലമാണ്, നാം അന്ത്യകാലത്തിങ്കലായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന്. ആക്ച്വലി ഈ അന്ത്യകാലം എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ വാസ്തവമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ അതിന് മുൻപായിട്ട് ഇന്ന് ലോകത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഈവന്റ് എന്ന് പറയുന്നത് റാപ്ചറാണ്. അതായത് സഭയുടെ ഉൽപ്രാവണമാണ്. സഭ ഇവിടെ നിന്ന് വാനമേഘങ്ങളിലേക്ക് ചേർക്കപ്പെടും. കർത്താവ് വാനമേഘങ്ങളോളം വരും. കാഹളം ധ്വനിക്കുകയും ഞൊടിയിടയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടുകയും ചെയ്യും. ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ, ഇന്ന് ലോകത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഈവന്റ് ആയിരിക്കും റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ഉൽപ്രാവണത്തിന് മുൻപ് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളും നമ്മൾ കാണത്തില്ല. അതിനുള്ള സയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങളോ വാണിങ്ങുകളോ ഒന്നും നമുക്കധികം കാണാൻ കഴിയത്തില്ല. അങ്ങനെ ഒന്നും തന്നെ ബൈബിളിൽ അധികം പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ റാപ്ചർ നടന്നതിന് ശേഷം ഒരു വലിയ കാര്യം ഈ ലോകത്തിൽ നടക്കണം. അതായത് ദൈവം എവിടെ വെച്ച് യഹൂദിയ പദ്ധതി കൈവിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് അത് ഹോൾഡ് ചെയ്തോ ആ പദ്ധതി പുനരാരംഭിക്കണം. അതായത് അവരെ റീസ്റ്റോർ ചെയ്യുകയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യണം. ആ വാഗ്ദത്ത പദ്ധതി കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് അതിനിടയിൽ വന്ന് ചേർന്ന ഒരു കാലഘട്ടമാണ് ഈ കൃപായുഗം എന്ന് പറയുന്നതും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പദ്ധതി. അത് റാപ്ചറോട് കൂടി ഇവിടെ നിന്ന് ചേർക്കപ്പെടും. നാം നിത്യം സ്വർഗത്തിൽ വാഴുകയും അങ്ങനെ സ്വർഗത്തിൽ നിത്യമായിരിക്കേണ്ടതിന് കർത്താവിനോടൊപ്പം വാനമേഘങ്ങളിൽ ചേർക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം ദൈവത്തിന്റെ ആ പ്രോഫറ്റിക് കലണ്ടറിൽ അടുത്തതായിട്ട് നടക്കേണ്ടുന്ന ഈവന്റ് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളുടെയും സ്റ്റേജ് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിവൃത്തിയായി കിടക്കുകയാണ്. ആ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി നിറവേറ്റുവാനായിട്ട്, അത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറപടിയായി നിവർത്തിക്കുവാൻ ആ സ്റ്റേജ് സെറ്റായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം സഭ ഇവിടുന്ന് ചേർക്കപ്പെടാറായി, കൃപായുഗത്തിന്റെ വാതിലടയാറായി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ കാലഘട്ടം തീരാറായി എന്ന് നാം മനസ്സിലാക്കുന്നത് ഇവിടെ എന്തെങ്കിലും നടക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ഇതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സ്റ്റേജ് സെറ്റായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാലം തീർന്നു. അങ്ങനെ റാപ്ചറോട് കൂടി സഭയുടെ കാലഘട്ടം ഇവിടെ അവസാനിക്കും. നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. എന്നാൽ അതിനുശേഷം ദൈവം ആ യഹൂദിയ പദ്ധതി എവിടെ വെച്ച് ഇന്ററപ്റ്റ് ചെയ്തോ, എവിടെ വെച്ച് അതിനെ ഹോൾഡ് ചെയ്തോ, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി പുനരാരംഭിക്കുന്നതിന് ഇടയായി തീരും. അവിടെ ജാതികളായ എനിക്കും നിങ്ങൾക്കും ഒരു പ്രസക്തിയില്ല, ഒരു പ്രത്യേകിച്ച് റോള് കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപയുടെ വാതിൽ അടഞ്ഞു.
കൃപായുഗമായിരുന്നു. ജാതികളായിരുന്ന, വിജാതികളായിരുന്ന, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന, നമുക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കിയിരുന്ന ഈ കാലഘട്ടം, അതിനെയാ പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഈ കൃപയുടെ വാതിൽ ഏത് ദിവസവും അടയാം. അതിന് മുൻപായിട്ട് രക്ഷിക്കപ്പെടേണ്ടത് കൊണ്ടാണ് ഇത്ര വിജിലന്റ് ആയിട്ട്, ഇത്ര ഡിലിജന്റ് ആയിട്ട് ഞങ്ങൾ ഈ വിഷയം വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നത്. അതിനുശേഷം ഇവിടെ റാപ്ചർ നടന്നു കഴിഞ്ഞാൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. പിന്നീട് നാം കടന്നു പോകുന്നത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്കാണ് അടുത്തതായിട്ട്, അടുത്ത ഈവന്റ് കടന്നു പോകുവാനായിട്ട് പോകുന്നത്. ഇവിടെ ജാതികളായ നമുക്ക് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. ഇവിടെ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചാൽ ഒരു പക്ഷേ പലർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ഒരു അക്കാഡമിക് അറിവിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ യഹൂദനും ക്രിസ്ത്യാനിയും ഉള്ളതുപോലെ ഇത് രണ്ടും രണ്ട് പദ്ധതി ആയിരിക്കുന്നത് പോലെ, ആകാശവും ഭൂമിയും രണ്ടായിരിക്കുന്നത് പോലെ, റാപ്ചർ എന്ന് പറയുന്ന ഈവന്റും സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ഈവന്റും രണ്ട് പദ്ധതി ആയിരിക്കുന്നത് പോലെ, ഈ രണ്ട് കാലങ്ങൾക്കും ഓരോ അന്ത്യകാലം വീതമുണ്ട്. അതായത് രണ്ട് അന്ത്യകാലമുണ്ട്, രണ്ട് എൻഡ് ടൈംസ് ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടെ ചേർത്ത് കൺഫ്യൂസ് ആയി പോകരുത്. രണ്ട് അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകപ്പെടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അതെന്താണ് രണ്ട് അന്ത്യകാലം? ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമുക്കൊരു വലിയ സർപ്രൈസ് ആയിട്ട് തോന്നുന്നത്. ആക്ച്വലി രണ്ട് അന്ത്യകാലങ്ങളുണ്ട്, ടു എൻഡ് ടൈംസ്. ഒന്ന് കൃപായുഗത്തിന്റെ അന്ത്യകാലം, രണ്ടാമത്തേത് വാഗ്ദത്ത പദ്ധതിയുടെ അന്ത്യകാലം. ഈ കൃപായുഗം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് തന്നെ മുഴുവനും ദൈവത്തിൽ മറഞ്ഞിരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങളിലോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ എപ്പിസ്റ്റൽസ് എന്ന് പറയുന്ന പുസ്തകങ്ങളിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അറിയത്തില്ല. അതാണ് കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതിന് ഒരു അന്ത്യകാലമുണ്ട്. അതിനുശേഷം ആക്ച്വലി ഈ യഹൂദിയ വാഗ്ദത്ത പദ്ധതി, ഈ തനാക്കിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്നതും പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ആ ഒരു പദ്ധതി, അതിൻ്റെ ഒരു അന്ത്യകാലമുണ്ട്. ഇങ്ങനെ രണ്ട് അന്ത്യകാലങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് പെരുന്നാളിലെ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് ശേഷം ഈ അന്ത്യകാലത്തിലേക്ക് ആക്ച്വലി അവർ കടക്കണമായിരുന്നു. അതാ പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്. ഇതാ യോവേൽ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് അന്ത്യകാലമാകുന്നു. യോവേൽ പ്രവാചകനൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ പോവുകയാണ്. യോഹന്നാൻ അപ്പോസ്തലനൊക്കെ പറയുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യകാലമാകിയാൽ അനേക കള്ളക്രിസ്തുക്കൾ വരും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ ഒരു അന്ത്യകാലത്തെ കുറിച്ച് പറയുന്ന ആ ഒരു സെറ്റിങ്സിലാണ് അവരെല്ലാവരും ആ ലേഖനങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ആ ഒരു മെമ്മറി റിഫ്രഷ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇത് പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാവുകയും അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കൂടി വന്ന ജനം അവരോട് ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവർ ആശ്ചര്യപ്പെടുമ്പോൾ അവരോട് പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നിറവേറുകയാണ്. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അന്ന് വരെ ആരുടെ മേലും പരിശുദ്ധ ആത്മാവ് അങ്ങനെ വന്നിരുന്നില്ല. പരിശുദ്ധ ആത്മാവ് പ്രത്യേകാൽ രാജാക്കന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും പുരോഹിതന്മാരുടെ മേലും പ്രത്യേക ഒക്കേഷനിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ടിരുന്നു. അതിനു മുൻപ് അവർക്ക് അങ്ങനെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. അതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും, മനസ്സിലായോ, എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒരു കാലഘട്ടം വരാൻ പോകും. അത് ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു.
ഈ ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അവരുടെ നടുവിൽ പെന്തക്കോസ്ത് നാളിൽ നിന്നുകൊണ്ട് അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു അന്ത്യകാലം അന്ന് ആരംഭിച്ച് അതിനുശേഷം അവർ ആ അന്ത്യകാലത്തിന്റെ ആ ഒരു നിറവിലേക്ക്, അതായത് ഏഴാമത്തെ 7 വർഷം 70-ാം ആഴ്ചവട്ടം, അതായത് അവസാനത്തെ ആ 7 വർഷം ആ കഠിന പീഡനകാലത്തിൽ കൂടെയൊക്കെ കടന്നു പോവുകയും അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായി വരികയും ഈ ലോകത്തിൽ വാഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതി അതായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഈ അന്ത്യകാലം എന്താണെന്ന് ഞാൻ ആ റൈറ്റ് ഡിവിഷൻ ചാർട്ട് കാണിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാനായിട്ട് ശ്രമിക്കാം. അതായത് ഇതാണ് യഹൂദീയ പദ്ധതി, യഹൂദന്റെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനവും കർത്താവിന്റെ സ്വർഗാരോഹണവും ഒക്കെ നമുക്ക് കാണാം. അതിന്റെ 50-ാമത്തെ നാളിൽ പരിശുദ്ധാത്മാവ് ദൈവം ലോകത്തിലേക്ക് വരികയും 12 മേലും അന്ന് കൂടി വന്നിരുന്ന 120 പേരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയും അവരങ്ങനെ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ നിറയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദ ജനം അവരോട് ചോദിക്കുന്നു, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ വണ്ടടിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഇത് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതും പ്രവാചകന്മാർ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നതുമായ ദൈവിക നിവർത്തിയ. ഞാൻ എൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ ആത്മാവിനെയും എൻ്റെ സന്തതിമേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇത് അന്ത്യകാലമാണ്. അതിനുശേഷം അവര് ദാനിയേൽ പ്രവാചകനിൽ കൂടി അവരെ കാണിച്ചു കൊടുത്തിരിക്കുന്ന, അവരോട് പറഞ്ഞിരിക്കുന്ന ഈ അന്ത്യകാലം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലേക്ക് കടക്കണം. ഈ ഒരു റാത്ത് ഓഫ് ഗോഡ്, ഇതിനെ യിരെമ്യാ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് യാക്കോബിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് ഇസ്രായേലിന് ഏറ്റവും കഷ്ടം എന്ന് പറയുന്ന ഒരു കാലമാണ്. എന്തിനാണ് അവർ ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്ന യഹൂദന്മാരൊന്നും ദൈവത്തെ വാസ്തവമായിട്ട് അറിഞ്ഞിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവിടെ മഹാപുരോഹിതനുണ്ട്, മറ്റു പുരോഹിത വൃന്ദമുണ്ട്, സദൂക്യന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും നാമധേയ യഹൂദന്മാരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിക്കോദീമോസിനോട് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ മറ്റുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന നിലയിൽ ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്ന നിലയിൽ അവര് അപ്പോസ്റ്റസി, അതായത് വിശ്വാസ ത്യാഗം സംഭവിച്ചിരിക്കുന്ന ഒരു യഹൂദ ജനമാണ്. അവരുടെ മധ്യത്തിലേക്കാണ് കർത്താവ് വന്നിരിക്കുന്നത്. അവരെ എല്ലാവരെയും കൂടെ വാഗ്ദത്തം നാടായിരിക്കുന്ന കിങ്ഡം ഓഫ് ഹെവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കത്തില്ല. അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കർത്താവ് ഇവിടെ വന്ന് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുക. അതിന് പ്രകാരം അവരെ ഒരു വലിയ ശോധനയിൽ കൂടി കടത്തിവിടും. അതാണ് ഈ ദാനിയേൽ പ്രവാചകനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന 70-ാം ആഴ്ചവട്ടം, അല്ലെന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ ഒരു കഷ്ടകാലം, ആ പീഡനകാലം ഇതാണ്. അതിൽ കൂടെ അവർ കടന്നു പോകുമെന്നുള്ളത് കർത്താവ് അവരോട് ലോകത്തിൽ വന്നപ്പോഴേ പറഞ്ഞത്. ഇതാ യോഹന്നാൻ സ്നാപകൻ കൂടെ തൻ്റെ അടുക്കിലേക്ക് സ്നാനത്തിനായി യോർദാൻ നദിയിൽ ഇറങ്ങി വന്ന ചില പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ കണ്ടപ്പോൾ അവരോട് ചോദിക്കുന്ന, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര് എന്നൊക്കെ യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നത് ഇവരോട്. കാര്യം ഈ ഒരു വലിയ കഷ്ടം അവരുടെ ഇടയിൽ വരാൻ പോവുക. ആ ഒരു കഷ്ടത്തിൽ കൂടി പൊന്നുരുക്കുന്നത് പോലെ, തീയിൽ ഊതിക്കാച്ചിയ പൊന്നുപോലെ അവരുടെ വിശ്വാസത്തെ ശോധന ചെയ്ത് അവര് അത് കടക്കണം. അതിനുശേഷമാണ് കർത്താവിന്റെ മടങ്ങിവരവ് ഉണ്ടാകുന്നത്. അത് കഴിയുമ്പോൾ കർത്താവ് രാജാവായിട്ട് വരും. അതിൽ കൂടി കടക്കുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന അന്ത്യകാലം എന്ന് പറയുന്നത്. ഇത് ഒരു വിധത്തിലും താങ്ങുവാൻ കഴിയാത്ത രീതിയിൽ ഭയങ്കര കഷ്ടമാണ്. ഉലകം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭയങ്കര കഷ്ടകാലമാണ്. ഇത് വാഗ്ദത്ത പദ്ധതിയുടെ കഷ്ടകാലം. അതായത് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണ് പ്രോഫറ്റിക് പ്രോഗ്രാം, അല്ലെന്നുണ്ടെങ്കിൽ വാഗ്ദത്ത പദ്ധതി. ഈ ഒരു പദ്ധതിയിലല്ല നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത്. നമ്മുടെ പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളായിരിക്കുന്ന കൃപായുഗത്തില്. ഇത് കണ്ടില്ലേ, ഇത് വളരെ നിസ്സാരമായതും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതി നിറവേറുന്നതിന് ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ഒരു 2000 വർഷത്തെ ഒരു ഗ്രേസ് പീരീഡ് എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുക. ഇവിടെ ദൈവത്തിന് കരുണ തോന്നി സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വിശ്വാസത്താൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇതിനെയാണ് ഗ്രേസ് പീരീഡ്, അല്ലെന്നുണ്ടെങ്കിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ.
ഇത് മർമ്മമായിരുന്ന ഒരു പദ്ധതിയാണ്. മിസ്റ്ററി എന്ന് പറയുന്നത് രഹസ്യമാണ്. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവം സ്വർഗത്തിൽ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയായത്. ഇതിനെ പറയുന്നത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ആ ഒരു പദ്ധതിയാണ് സഭ എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി. ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ഈ 12 പേർക്കല്ല. ഇവരോട് ആരോടും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഈ വിഷയത്തെക്കുറിച്ചൊരു വലിയ ഗ്രാഹ്യമില്ല. അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തോലനുണ്ട്. അതാണ് കർത്താവ് വിളിച്ച ഒരു അപ്പോസ്തോലൻ. സ്വർഗത്തിൽ നിന്നും കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗത്തിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ മഹിമയിൽ നിന്നും ദൈവം വിളിക്കുന്ന ഒരു അപ്പോസ്തോലനുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ്. കണ്ടില്ലേ, ഈ പോളിനെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ വിളിക്കുക. അന്ന് ഉലകത്തിലുണ്ടായിരുന്ന പാപികളിൽ ഏറ്റവും നമ്പർ 1 പാപിയ. ആ പാപിയെ വിളിച്ചുകൊണ്ട് സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത് ഈ കൃപായുഗത്തിലാണ്. ഇത് ആരംഭിച്ചിട്ട് 2000 വർഷമായി. ഇതിന്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇതിൽ കൂടി രക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാരെ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ദൈവം വാനമേഘങ്ങളിൽ വന്ന് റാപ്ചറിൽ ചേർക്കും. ഇതാണ് സഭയുടെ ഉൽപ്രാപണം എന്ന് പറയുന്നത്. അങ്ങനെ സഭ വാനമേഘങ്ങളിൽ ചേർക്കപ്പെടുകയും യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ആ ന്യായവിസ്താര സഭയിൽ ചെന്ന് നാം ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ചെയ്തതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയുടെ മുൻപാകെ നാം നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്കുള്ള പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. ഇതാണ് നമ്മൾ നിത്യമായിരിക്കാൻ പോകുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് പോവുകയാണ്. ദൈവത്തോടൊപ്പം കൂട്ടവകാശികളായി നാം നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഇതാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നത് നടുവിൽ വന്നു ചേർന്ന ഒരു പദ്ധതിയാണ്. ഇടയിൽ ദൈവം ആഡ് ചെയ്ത ഒരു പദ്ധതിയാണ്. ഇത് ഇവിടെ ഉള്ളവരെ ഒരു മനുഷ്യർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. തിരുവചനം പറയുന്നത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ അന്ത്യകാലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ 2 അന്ത്യകാലമുണ്ട്. ഈ ടൈം പീരീഡിന് ഒരു അന്ത്യകാലമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ലക്ഷണങ്ങളും പറഞ്ഞിട്ടില്ല. അതിന് ആകാശം ഒഴിഞ്ഞു പോകണം, ഭൂമി തകിടം മറിയണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഉണ്ടാകണമെന്നൊന്നും ഇതിന് നിർബന്ധമില്ല. ഇത് ഇന്ന് രാത്രിയിൽ വേണമെങ്കിലും ആകാം, നാളെ പകല് വേണമെങ്കിലും ആകാം. ദിസ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഇന്നതൊക്കെ നടക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടില്ല. മുന്നറിയിപ്പുകൾ മുഴുവനും ഈ പദ്ധതിക്കാണ്, വാഗ്ദത്ത പദ്ധതിക്കാണ്. ഇവിടെ ഇനി എന്ത് നടക്കാൻ പോകുന്നു? കാര്യം സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കേണ്ടുന്ന കാര്യം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് അവൻ വീണു പോയിരിക്കുന്ന അവന്റെ അവസ്ഥയിൽ നിന്ന് ഇവിടെ അവൻ വീണു പോയിരിക്കുന്ന ജാതികളെ പോലെ ആയിരിക്കുക. ജാതികളെ പോലെ അവൻ ജാതീയ ദേശങ്ങളിൽ അടിമയായിട്ടും പ്രവാസിയായിട്ടും കഷ്ടം അനുഭവിച്ച് അവന് അങ്ങനെ ആയിരിക്കുക. എന്നാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലമുണ്ട്. അവരെ തിരിച്ച് ദൈവം വീണ്ടും അവരുടെ ആ എലിവേറ്റഡ് പദവിയിലേക്ക് അവരെ ആ അവരുടെ ഒരു പ്രാതിനിധ്യം, അവരുടെ ഒരു പ്രാമുഖ്യം അവർക്ക് കൽപ്പിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്നിടത്ത് അവർക്ക് അടുത്തതായിട്ട് നടക്കേണ്ടുന്നത് ഈ ഒരു കാലഘട്ടം, അതായത് ഈ 70-ാം ആഴ്ചവട്ടം അല്ലെന്നുണ്ടെങ്കിൽ 666 വന്ന് എതിർ ക്രിസ്തു ഒക്കെ വന്ന് അവരുടെ ഇടയിൽ നടക്കേണ്ടുന്ന ആ ഒരു കഷ്ടകാലത്തിലേക്കാണ് കടക്കുന്നത്. ഇതിന് വേണ്ടുന്ന സ്റ്റേജ് സെറ്റ് ആയിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് മിഡിൽ ഈസ്റ്റിൽ സംജാതമായിരിക്കുന്ന ഡെവലപ്പ് ആയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഇത് നടപ്പാകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിരിക്കുക. ഇവിടെ അതിന്റെ സ്റ്റേജ് റെഡി ആയി കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കാലം അടുത്തു, നമുക്ക് ഇവിടെ നിന്നും മാറ്റപ്പെടുവാനുള്ള സമയം അടുത്തു, കൃപയുടെ വാതിൽ പൂട്ടാറായി, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ വാനമേഘങ്ങളിൽ ചേർക്കാറായി, കാഹളം ധ്വനിക്കാറായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിന് അന്ത്യകാലം ഉണ്ടായിട്ടല്ല, ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ലക്ഷണം കണ്ടിട്ടോ അല്ല. ഇതിന്റെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നാം ഇവിടെ നിന്ന് പോകാറായി എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇതിനെയാണ് 2 അന്ത്യകാലം ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ ഗ്രേസ് പീരീഡിന്റെ അന്ത്യകാലം. നമ്മൾ ആ അന്ത്യകാലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏത് സമയവും സംഭവിക്കാം. വൺസ് ഈ റാപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം ഇവിടെ നിന്നിട്ട് അലമുറ ഇട്ടിട്ടോ നമ്മൾ ഇവിടെ നിന്നിട്ട് കർത്താവ് എന്നെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. നിങ്ങൾ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പോകുന്നത് ഈ
ഓഫ് ഗോഡ്, അതായത് ഈ പീഡന കാലത്തിൽ കൂടെ അത് യഹൂദനെ ടാർഗറ്റ് ചെയ്തുള്ളതാണ്. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ്. അന്ന് മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ കാലഘട്ടത്തിൽ നാം നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധോഗതിയാണത്. അവിടെ ഒരു മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പാടാണ്. അതിനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആഹാരം കിട്ടത്തില്ല. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോയിരിക്കുക. സൂര്യൻ പ്രകാശം തരത്തില്ല. ചന്ദ്രൻ പ്രകാശം തരത്തില്ല. അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും. അതുപോലൊരു ഭയങ്കര പീഡനകാലം, അതുപോലൊരു ഭയങ്കര ഒരു അനുഭവമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 1, 2, 3 അക്കമിട്ട് നിരത്തിയതുപോലെ അതേ ഓർഡറിൽ ആ കാര്യങ്ങൾ നടക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായം മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ ഓർഡറിലാണ് നടക്കുന്നത്. അതുപോലെ ആ കാര്യങ്ങൾ ലോകത്തിൽ നിറവേറും. അത് 70-ാം ആഴ്ചവട്ടം ദാനിയേലിനെ കാണിച്ചു കൊടുത്ത ആ 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു കാലമാണ്. അതാണ് ഈ പ്രോഫറ്റിക് പ്രോഗ്രാമിലെ അന്ത്യകാലം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ആ കാലഘട്ടത്തിലല്ല. നാം ഇന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഈ കൃപായുഗം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിന്റെ അന്ത്യകാലത്തിൽ ജനം എന്നെ പോലുള്ളവര് ഈ സത്യം നിങ്ങളോട് അറിയിക്കുമ്പോഴത്തേന് നമുക്ക് ഇത് മനസ്സിലാക്കല്ല, ഇത് അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ ഇറങ്ങും, കള്ളപ്രവാചകന്മാരിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളോടൊക്കെ പൊറുക്കട്ടെ, ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ അന്ത്യകാലത്ത് രക്ഷിക്കപ്പെടാനുള്ള വചനമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അത് തിരുവചനത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനും കർത്താവിന് കൊള്ളാവുന്നവരായി അന്ത്യകാലം എന്താണെന്ന് മനസ്സിലാക്കി രക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. ഇതിന് ശേഷം ഒരു അന്ത്യകാലം ആരംഭിക്കും. നിങ്ങൾ അതിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇന്ന് രാത്രിയിൽ ഉറക്കം കെടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ കൃപായുഗം എന്ന് പറയുന്ന ടൈം റാപ്ചറോടുകൂടി, സഭയുടെ ഉൽപ്രാപണത്തോടുകൂടി ഇതിന് തിരശീല വീഴും. ഇതിന്റെ വാതിൽ അടയും. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടും. നാം പിന്നെ തിരികെ ഇങ്ങോട്ട് വരത്തില്ല. ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു പദ്ധതി അല്ല അതിൻ്റെത്. നിത്യമായ ഒരു സ്വർഗീയ ഭവനം നമുക്ക് ലഭിക്കുകയും നിത്യം നാം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ദൂതന്മാരെ വാഴുന്ന ലെവലിൽ അനുഗ്രഹീതമായ ഒരു പദ്ധതിയുമായി നമുക്ക് സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആ സ്വർഗീയ അനുഭവം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. നമ്മെ തന്നെ, നമ്മുടെ ഈ ഭൗതിക ശരീരമേ ഉള്ളൂ മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്നത്. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ആ മനുഷ്യനെ, നമ്മെ തന്നെ അടുത്ത ഒരു സ്വർഗീയ ശരീരത്തിൽ ദൈവം ആക്കുകയാണ്. അങ്ങനെ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുക. അങ്ങനെ നമുക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടായിട്ട് നാം സ്വർഗത്തിൽ ചേർക്കപ്പെടുകയും നിത്യം സ്വർഗത്തിൽ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി സ്വർഗത്തിൽ വാഴുന്ന ഒരു സ്വർഗീയ മഹനീയ പദ്ധതിയാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. അതിനെ വേണ്ടുന്നവണ്ണം മനസ്സിലാക്കാൻ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ് നമ്മുടെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ആക്ച്വലി നമുക്കറിയാത്തത്. നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും ഉലകത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതിനു പകരം മാനസാന്തരം വേണം, നമ്മൾ ജലത്തിൽ സ്നാനപ്പെടണം, അതിനുശേഷം കാത്തിരുന്ന് വിശുദ്ധ ജീവിതം നയിച്ച് നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. ഈ കാര്യങ്ങളൊക്കെ സത്യമറിയാതെ പിതൃ പാരമ്പര്യങ്ങളിലും ട്രഡീഷണൽ സമ്പ്രദായങ്ങളിലും ഒക്കെ പെട്ട് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി കടപുഴുകി വീണിരിക്കുക. എന്താ ഞാൻ അതിനെ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചുവെന്നും മത്തായി 28:19-20 സഭയുടെ ഗ്രേറ്റ് കമ്മീഷൻ തന്നിരിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, അന്ത്യകാലം എന്ന് പറയുന്നതെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ സാത്താനാൽ വഞ്ചിതരായിട്ട് ഹൗവായെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ഇന്ന് നാം വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ പ്രസംഗങ്ങൾ, ഈ ക്ലാസ്സുകൾ നിരന്തരമായി നിങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും ആത്മീക ഭാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുക. തിരുവചനം വായിക്കാനും സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും പിതൃ സമ്പ്രദായങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, നമ്മുടെ അപ്പച്ചന്മാർ നമുക്ക് പറഞ്ഞു തന്ന സമ്പ്രദായങ്ങളൊന്നും അവർ കണ്ടുപിടിച്ച സമ്പ്രദായങ്ങളല്ല, അവർ കേട്ടറിഞ്ഞതും ഇവിടെ കൊണ്ട് മറ്റ് ദേശത്ത് നിന്നും മറ്റ് ഉപദേശങ്ങളായിട്ട് മിഷണറിമാർ വന്ന് നമ്മളെ അറിയിച്ച കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം
ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ വായിച്ച ബുക്ക് തന്നെയാ ഇത്. ആ ബൈബിൾ തന്നെയാ താങ്കളുടെ കയ്യിലിരിക്കുന്നത്. റീഡ് ഇറ്റ്. ഡോണ്ട് ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ ഗ്രാൻഡ് ഫാദർ. നിങ്ങളുടെ വല്യപ്പച്ചൻ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം. ബൈബിൾ എന്ത് പറയുന്നു? ജസ്റ്റ് റീഡ് ദാറ്റ്. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അന്ത്യകാലം എന്താണ്? അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ ഇറങ്ങും, അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാരിറങ്ങും. അത് താങ്കളോട് പറഞ്ഞതോ ഈ കാലത്ത് പറഞ്ഞതോ അല്ല. ഈ കാലം കഴിയും, കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. മനസ്സിലായോ? അതിനുശേഷം ഇവിടെ ഒരു കാലഘട്ടം ആരംഭിക്കുക. അതൊരു അന്ത്യകാലമാണ്. അന്ന് നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവവചനം ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ ഈ 2025 ഒരു അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. ഇത് മനസ്സിലാകുന്ന ആയിരങ്ങൾ ലക്ഷങ്ങൾ ഈ സത്യം അറിയുന്ന വർഷമാകട്ടെ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി നെഞ്ചും നെറ്റിയും കാണിച്ച് കർത്താവിന് വേണ്ടി ഈ സുവിശേഷം, കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മറനാഥ, ഗ്രേസ്.